നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് പൊരി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഒന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അരിയും വെള്ള അരി വേണം ഉപയോഗിക്കാനായിട്ട്. വെള്ള അരി ഉപയോഗിക്കുമ്പോഴേ പൊരി നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. പട്ടരി ആകുമ്പോൾ കിട്ടും, പക്ഷേ വെള്ള അരി ചെയ്താലാണ് ഭംഗി. പിന്നെ കുറച്ച് ഉപ്പും വേണം. നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുമ്പോൾ പൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ചൂട്ടോടെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് പൊരി തയ്യാറാക്കുമ്പോൾ ഓയിലും മണ്ണും ആവശ്യമില്ല. പഫ്ഡ് റൈസ് തയ്യാറാക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 1/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി എടുത്ത് നല്ലോണം കഴുകി ഉണക്കി അരിയണത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് നനച്ചിടാം. ജസ്റ്റ് ഒന്ന് കുതിർന്നാൽ മതി. നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പാണ് ആവശ്യമുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് തയ്യാറാക്കാം. ഈ ഉപ്പ് ഒരു കട്ടിയുള്ള പാത്രത്തിലിട്ട് ചൂടാക്കി കുറച്ച് ഇട്ടിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ. നമ്മൾ നനച്ച് വെച്ച അരി ആദ്യം നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് തീ സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് വല്ലാണ്ട് മൊരിയരുത്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ മാറുമ്പോൾ എടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ആ വെള്ളം നനവൊക്കെ ഒന്ന് പോയി കട്ടിയിൽ കിട്ടും. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക, അത് വെക്കുക. നല്ല കട്ടി വേണം പാത്രത്തിന്. ഇരുമ്പ് ചട്ടി ആയാൽ നല്ലത്. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചട്ടീനെ ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ളത് വെച്ചിട്ട് വെക്കുക. എന്നിട്ട് നല്ലോണം ചൂടാവുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാം. മണൽ ചേർത്തിട്ട് ഉണ്ടാക്കാം, ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ല ചൂടാവുമ്പോൾ വേണം അരി ഇടാനായിട്ട്. ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ചൂടാവണം. കുറച്ച് വേണം അരി ചേർക്കാനായിട്ട്. തീ ചുരുക്കിയിട്ടിട്ട് വേണം പിന്നെ അരി ചേർക്കാനായിട്ട്. ആദ്യം നല്ലോണം ഹൈ ഫ്ലെയിമിൽ തീ കത്തണം, പിന്നെ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിടണം. മണലിലും വറക്കാം. ഇതിപ്പോൾ മണലിൽ വറക്കുമ്പോൾ നമ്മൾ വെള്ളം തെളിച്ച സമയത്ത് ജസ്റ്റ് ഒരു ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ പാകമാക്കണം. കണ്ടോ, ഉപ്പ് ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഉപ്പ് ചൂടായതിൻ്റെ നമുക്ക് കുറച്ചൊരു സ്പൂണോളം അരി എടുത്ത് ആദ്യം നമുക്ക് ഇടാം. എന്നിട്ട് ഉപ്പുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് മൂടിയിടാം. ഗ്യാസ് ഒന്ന് ചുരുക്കിയിടും വേണം, അപ്പോഴതിങ്ങനെ പൊരി ഇങ്ങനെ ആവുള്ളൂ. ഉപ്പുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മൂടിയിടണം. മിഷനറീസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ഇങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കാണ്ട് ഇപ്പം നമ്മളെല്ലാം നേരെ ഇങ്ങനെ ഇളക്കി നിൽക്കണം, എന്നാലേ പൊരി ഇങ്ങനെ കരിയാണ്ട് കിട്ടുള്ളൂ. 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പൊരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരണ കാണാം. പൊരിയൊക്കെ അല്ലാതെ ആയിട്ട് നമ്മൾ ഈ ഇതൊന്ന് ഇളക്കി എടുക്കണം. പൊരി നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പൊരി തയ്യാറാക്കാം. ഒരു അരിപ്പ് എടുത്തിട്ട് ഇടാം. ഉപ്പൊക്കെ മാറ്റി വീട്ടിൽ തന്നെ നമുക്ക് ചൂട്ടോടെ പൊരി തയ്യാറാക്കാം. ഒരു ഓയിലോ മണലോ ഒന്നും ആവശ്യമില്ല, ഒരു മിഷനറീസും ഇല്ലാണ്ട് നമുക്ക് പൊരി തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.